ആഘോഷിക്കാം ഉല്ലാസത്തിൻ കാലം, അടിപൊളി ഉല്ലാസകാലം. എക്സൽ VBS ലോകം. ഡിങ്കി 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 ഡിങ്കി. ഞാനും പോകാം, നീ വരുന്നു, നമ്മളൊന്നായി പോകാം. TV വേണ്ട, ക്രിക്കറ്റ് വേണ്ട, ഇന്റർനെറ്റും വേണ്ട, അടിപൊളി ഉല്ലാസകാലം. എക്സൽ VBS ലോകം. ഡിങ്കി 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 ഡിങ്കി. അഭിഷേകന്മാരെ ഒരുമിച്ച് മുദ്രയിടുന്നു. ദൈവ സാന്നിധ്യമുള്ള കുഞ്ഞുങ്ങളെ എതിർക്കട്ടെ, അനുസരണമുള്ള കുഞ്ഞുങ്ങളെ എതിർക്കട്ടെ. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഒരു പണിയപ്പെടേണ്ടത് ഈ ദേശത്ത് ഏറ്റവും മികച്ച ശ്രേഷ്ഠന്മാരായ മാന്യന്മാരായ ദൈവത്താൽ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു തലമുറയായി ഇവര് തീരുമെന്ന് വിശ്വസിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ട് പിശാച് ആരെയും കെട്ടരുത്. മോശക്കുഞ്ഞ് വളർന്നു വന്ന പോലെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ ദൈവ സാന്നിധ്യത്തോട് ചുറ്റുമുണ്ടാകട്ടെ. പരിശുദ്ധ അഭിഷേകം കുഞ്ഞുങ്ങളെ ചുറ്റുമുണ്ടാകട്ടെ. ദൈവ സാന്നിധ്യം കുഞ്ഞുങ്ങളെ അനുഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളുടെ പ്രസിദ്ധി ഞങ്ങളുടെ അനുഗ്രഹിക്കുന്നു, ഞങ്ങളുടെ പ്രസിദ്ധിയിലേക്ക് കർത്താവ് ദൈവ സാന്നിധ്യത്തിലേക്ക് കുഞ്ഞുങ്ങൾ വളരട്ടെ. ഞങ്ങൾ പ്രസിദ്ധി ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. ചില നിമിഷങ്ങൾ കൂടെ കരമടിച്ചിട്ട് നന്ദി പറഞ്ഞാട്ട് കരമടിച്ച് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു. അതിനൊക്കെ കർത്താവ് സ്തോത്രമുണ്ട്. യേശുവെ നന്ദി എന്ന് പറഞ്ഞാട്ട്, യേശുവെ സ്തോത്രം എന്ന് പറഞ്ഞാട്ട്, യേശുവെ രൂപാന്തരപ്പെടുത്തുമെന്ന് പറഞ്ഞാട്ട്, എന്റെ മാതാപിതാക്കളെ രൂപാന്തരപ്പെടുത്തുമെന്ന് പറഞ്ഞാട്ട്, പിതാവിന്റെ മദ്യപാനം മാറ്റണമെന്ന് പറഞ്ഞാട്ട്, പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാതെന്ന് പറഞ്ഞാൽ യേശുവിന്റെ നാമത്തിൽ ഈ കുഞ്ഞുങ്ങൾ ദൈവ സാന്നിധ്യമുള്ള അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ വളർന്നു വരട്ടെ. അനുഗ്രഹിക്കുന്നു. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ പണിയപ്പെടുന്നവരെ ഞങ്ങൾ അങ്ങനെ നന്ദി പറയുന്നു. ദൈവ കരങ്ങളിലേക്ക് ഇവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ണുകളെല്ലാം ഉടനെ കരങ്ങളിലേക്ക് ഒരുമിച്ച് ഇവരെ പ്രസ് ചെയ്യുക. ഇവരുടെ ജീവിതത്തിലെ തകർച്ചകൾ മാറണം. ഈ VBS കടന്നു വന്ന് തിരികെയല്ല, കുഞ്ഞുങ്ങളെ VBS കൊണ്ട് തിരികെയല്ല. ഞായറാഴ്ച ഇവിടെ ആരാധിക്കാൻ സമയമുണ്ട്. വീട്ടിൽ ചെന്ന് അച്ഛനെയും അമ്മയൊക്കെ കൂടി നിങ്ങൾ ആരാധനയ്ക്ക് ഇവിടെ വരണം. എല്ലാ ആഴ്ചയിലും ഇവിടെ ഞായറാഴ്ച പ്രാർത്ഥനയുണ്ട്. കട ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ അവസരമുണ്ട്. ദൈവദാസന്മാരുണ്ട്, നിങ്ങളോട് വരണം. ഇവിടെ ആരാധനയ്ക്ക് അവിടെ പ്രാർത്ഥനയ്ക്ക് വരണം. ഇന്ന് വൈകിട്ട് ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ ചെന്ന് റെഡിയായി മക്കളെ കുറിച്ച് മീറ്റിങ്ങിനോട് വരണം. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകാം. യേശുവിനെ അറിയും. കർത്താവ് ഞങ്ങൾ അധ്യാപകരെ അനുഗ്രഹിക്കുന്നു. അവിടെ സമയം മാറ്റിവെച്ച് ഇതിനൊപ്പം അധ്വാനിക്കുമ്പോൾ കർത്താവിന്റെ പ്രതിഫലം കൊടുക്കണം. കർത്താവിന്റെ ദാസനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. സജിപ്പാസിനെ കൊടുക്കുവാൻ അനുഗ്രഹിക്കുന്നു. മറ്റെല്ലാവരും ഞങ്ങൾ അനുഗ്രഹിക്കുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങൾ ഇവരെ ബ്ലസ് ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെടുവാൻ കൃപ ചെയ്യണം. കുഞ്ഞുങ്ങളെ കാര്യത്തിൽ ഹല്ലേലൂയ പറഞ്ഞാട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്താൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി നിൽപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവത്തിൽ ഇരുന്നാട്ട് ഗോഡ് ബ്ലസ് യു. എല്ലാവരും ഇരുന്നാട്ട് ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. കടന്നു വരും എന്ന് പറഞ്ഞിരുന്നോ? അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ നിങ്ങളെ കാണാൻ വേണ്ടി ഈ സ്റ്റേജിൽ എത്തിച്ചേരും. അപ്പം നിങ്ങൾക്ക് വേണ്ടി ചില പാട്ടുകളൊക്കെ കളിച്ച് കാണിക്കുക. ബണ്ണിക്ക് വേണ്ടി നിങ്ങൾ പാട്ടുകളെ കളിച്ച് കാണിക്കുവോ? അപ്പം ബണ്ണിയെ സ്വീകരിക്കാൻ നിങ്ങൾ റെഡിയാണോ? ബണ്ണി അങ്ങ് പല്ലപ്പള്ളി എത്തിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഇത്രയും സൗണ്ട് പറഞ്ഞാൽ കേൾക്കത്തിന് നല്ല ഉച്ചത്തിൽ പറയണം. അപ്പൊ ഇച്ചിരി ഉച്ചത്തിൽ പറയുന്നു. പക്ഷെ ബണ്ണിക്ക് ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ലാംഗ്വേജ് അല്ല ബണ്ണിക്ക്. ബണ്ണി ആഫ്രിക്കയിൽ നിന്നോട്ട് വരും. അപ്പൊ ആഫ്രിക്കൻ ലാംഗ്വേജ് അറിയാൻ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ബണ്ണി പറയുന്ന കാര്യങ്ങൾ അങ്ങനെ മനസ്സിലാവും. എനിക്കറിയത്തില്ല, എനിക്ക് ലാംഗ്വേജ് അറിയില്ല, ആഫ്രിക്കൻ ലാംഗ്വേജ് അറിയത്തില്ല. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കും? ബണ്ണി പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ മനസ്സിലാക്കും? മങ്കിയോ? ബണ്ണി പറയുന്ന കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? കടുവയൊന്നുമില്ല. ഓക്കെ, നമ്മൾ ബണ്ണിയെ വെൽക്കം ചെയ്യാൻ വേണ്ടി പോകുന്നു. റെഡിയാണോ? നമ്മൾ രാവിലെ വെൽക്കം ക്ലാപ്പ് പഠിച്ചത് എങ്ങനെയായിരുന്നു? സാറല്ല, ബണ്ണി പറയണം കേട്ടോ. ബണ്ണിയെ നമുക്ക് വേണ്ടി ബണ്ണി എന്ന് പറയണം. ഓക്കെ, റെഡി? 1 2 3 4. ഈ സൗണ്ട് പറഞ്ഞാൽ ബണ്ണി കേൾക്കത്തില്ല. ഇച്ചിരി
ഉച്ചത്തിൽ പറയണം. അങ്ങ് മല്ലപ്പള്ളി കിടക്കുന്നേ ഉള്ളൂ. നിങ്ങളുടെ ഈ സൗണ്ട് കേട്ടാൽ മാത്രമേ ബണ്ണി ഓടി അകത്തേക്ക് വരുന്നുള്ളൂ. അതുകൊണ്ട് ഇച്ചിരി ഉച്ചത്തിൽ പറയുന്നത് 1 2 3 ഗോ. ബണ്ണി വന്നോ? അതെന്താ? നിങ്ങളുടെ സൗണ്ട് അവിടെ കേട്ടില്ല. നിങ്ങളുടെ സൗണ്ട് അവിടെ കേട്ടില്ല. ഇച്ചിരി ഉച്ചത്തിൽ കേൾക്കുമ്പോൾ മാത്രമേ ബണ്ണി വരത്തുള്ളൂ. പണ്ടിക്ക് ഏത് ലാംഗ്വേജ് അറിയാൻ ആദ്യം പറഞ്ഞേ? ആഫ്രിക്കൻ ലാംഗ്വേജ്. പണ്ടിക്ക് ആഫ്രിക്കൻ ലാംഗ്വേജ് മാത്രമേ അറിയൂ. അപ്പൊ നമുക്ക് ചോദിക്കാം, പണ്ടിയോട് നിങ്ങൾ പണ്ടോട് ചോദിക്കണേ കേട്ടോ. പണ്ടോട് ചോദിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പണ്ടി ചോദിക്കുന്നത്, പണ്ടി ഹൗ ആർ യു? പണ്ടി ഭയങ്കര സന്തോഷമാണെന്നൊക്കെ പറഞ്ഞു. അടുത്തൊക്കെ മനസ്സിലായ ലാംഗ്വേജ് എന്തെങ്കിലും മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലായ ലാംഗ്വേജ്? മനസ്സിലായോ? ഇല്ല. പണ്ടി ആഫ്രിക്കൻ ലാംഗ്വേജ് നമ്മളോട് സംസാരിക്കുമേ. നമ്മൾ തിരിച്ച് നമ്മളോട് പണ്ടി അശ്വിനെ ആവില്ല. ഓ, പ്ലെയിനിൽ വന്ന് ലാൻഡ് ചെയ്തേ ഉള്ളൂ. വന്നപ്പോൾ ദൂരെ എവിടെ വരുന്നേ? ഓക്കെ, പറയുന്നത് എവിടെ വരുന്നേ? എങ്ങനെ വന്നേ? പ്ലെയിനിൽ വന്നേ. ഓക്കെ പണ്ടി യേശുവിനെ വീവിസിനെ ഓരോ റോസിയാലേ നിങ്ങളേക്ക് കാണാൻ ഭയങ്കര സന്തോഷം, ഭയങ്കര സൂപ്പർ, ഭയങ്കര ഹാപ്പിയാണ് വേണ്ടി. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കാട്ടോ? അതിനെ മലയാളത്തിൽ പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്തോളാം. ഒരാൾ എഴുന്നേറ്റ് പറയണേ. നിങ്ങൾ അങ്ങനെ പറയാൻ കേൾക്കത്തില്ല. ഒരാൾ എഴുന്നേറ്റ് വേഗം പറയണം. അത് മലയാളത്തിൽ പറഞ്ഞോ, വേഗം പറഞ്ഞോ. പണ്ടിക്ക് മലയാളം അറിയാം. പണ്ടി മലയാളം കുറച്ച് മാത്രമേ അറിയത്തുള്ളൂ പണ്ടിക്ക്. വേറെ ആരോട് ചോദിക്കാമല്ലോ? വേഗം ചോദിക്കുന്നു. വേഗം ചോദിക്കുന്നു. പണ്ടിക്ക് എത്ര വയസ്സാണ്? പണ്ടി ഇവിടെ ഏജ് പണ്ടിക്ക് നല്ല പ്രായമുണ്ട്. 84 വയസ്സുണ്ട്. പണ്ടിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചേ. പണ്ടിയുടെ വീട്ടിൽ ആരൊക്കെ ചോദിച്ചേ. പണ്ടി വീട്ടിൽ ആരുടെയാണ്? ഓ, ഒരു 3 പേരാണ്. ഒന്ന് ഏജ് 3 ഒരാളുണ്ട്. രണ്ടാമത് നമ്മുടെ പണ്ടിയാണ്. മൂന്നാമത്തെ ചെറിയ ബ്രദറുണ്ട്. അപ്പൊ 3 പേരാണ് ഇവരുടെ വീട്ടില്. വേറെ എന്താ ചോദിക്കാമോ? വേഗം ചോദിക്കുന്നു. ടീച്ചേഴ്സിനാണോ ചോദിക്കാണ്ടോ? എന്തുകൊണ്ട് വിശേഷം? ഓ പണ്ടി എന്തിന്റെ വിഷയം? ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് പണ്ടി പറഞ്ഞു. ഓക്കെ, പണ്ടിക്ക് പണ്ടിക്ക് എന്നോട് എന്താ പറയാനുള്ളത്? പണ്ടി
മനസ്സിലായോ? ബണ്ണി പറഞ്ഞു കൊച്ചു കുട്ടികളും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്ത് ചെയ്യണം? ബൈബിൾ വായിക്കണം. പിന്നെ ചെയ്യണം യേശുക്രിസ്തുവിനോട്. ഓക്കെ ബണ്ണി ഇനി വേറെ ഞങ്ങളോട് ഓക്കെ മലയാളത്തിൽ ഞാൻ പറയട്ടെ. ഞാൻ മലയാളത്തിൽ പറയട്ടെ അത് ആഫ്രിക്കയിൽ പറയണം. മലയാളത്തിൽ പറഞ്ഞാൽ മതിയോ? മലയാളത്തിൽ പറഞ്ഞാൽ ബണ്ണിക്ക് മനസ്സിലാവോ? ഓക്കെ ബണ്ണി ഞങ്ങളോട് വേറെ എന്തെങ്കിലും പറയാൻ ബണ്ണി ടീച്ചേഴ്സ് വലിയ ഓരോ ആക്ഷൻ സോങ് ഒക്കെ സൂപ്പർ ആയിട്ട് ചെയ്യുന്നതാണ് ചോദിച്ചേ. എന്താ പറയണ്ടേ?
പ്രാർത്ഥിക്കണം. ഓക്കെ, അടുത്ത വർഷം VBS ഞങ്ങൾ വരുമോ? 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 ഓക്കെ, എല്ലാരും ചാടി എഴുന്നേൽക്കുന്നു. എല്ലാരും ഒന്ന് ചാടി എഴുന്നേൽക്കുന്നു. എല്ലാരും കണ്ണുകളെ അടയ്ക്കുന്നു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു. എല്ലാരും കണ്ണുകളെ അടയ്ക്കുന്നു. നമുക്ക് പ്രാർത്ഥനയ്ക്കായി വീണ്ടും ദൈവസഭയെ ശിരസ്സുകളെ വണക്കാം. ഞങ്ങളെ നമ്മളോട് സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു. കർത്താവേ, പ്രഭാതത്തിൽ കടന്നു വന്ന സമയം മുതൽ ഈ നിമിഷപ്രിയയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചല്ലോ. ഞങ്ങളുടെ VBS പ്രോഗ്രാം 2-ാം ദിവസം ഏറ്റവും അനുഗ്രഹമാക്കി തീർന്നല്ലോ. കർത്താവേ, സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. നാളത്തെ ക്ലാസുകളെല്ലാം വലിയ അനുഗ്രഹമായി തീരട്ടെ. തിരുനാമം ഞങ്ങളുടെ മഹത്വപ്പെടണമേ. അധ്യാപകരായി പ്രാർത്ഥിക്കുന്നു. എക്സൽ മീഡിയക്കായി പ്രാർത്ഥിക്കുന്നു. കോർഡിനേറ്റേഴ്സായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കണമേ. എല്ലാവരോടും മനസ്സിലാകണം. ദൈവനാമം ഞങ്ങളുടെ മഹത്വപ്പെടണം. പ്രാർത്ഥന കേട്ടതോടെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കരുതലും നാം എല്ലാവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഭൂലോകങ്ങളുള്ള സകല വിശുദ്ധന്മാരോടും കർത്താവിന്റെ മടങ്ങിയവരെ എന്നേക്കുമായിരിക്കുമാറാകട്ടെ. അറിയപ്പെട്ട കുഞ്ഞാടിന് മാത്രം നമ്മളിപ്പോൾ നിൽക്കുന്നത് മല്ലപ്പള്ളിയിലെ ട്രിനിറ്റി ഫുൾ ഗോസ്പൽ ചർച്ചിലാണ്. ഇവിടെ എക്സൽ VBS നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടുത്തെ റെസ്പോൺസ് നോക്കാനായിട്ട് പോവുകയാണ്. ജോസ്തി ടീച്ചർ നമ്മളോട് കൂടെ ഉണ്ട്. നമുക്ക് അഭിപ്രായങ്ങൾ ചോദിക്കാം. നല്ല VBS ആയിരുന്നു. നല്ല സന്തോഷം, നല്ല തീം, വാക്യങ്ങള്, നല്ല ആക്ഷൻ സോങ്, പാട്ടുകള്, കുട്ടികളും ടീച്ചേഴ്സും ഹാപ്പി ഡേയ്സ്, എൻജോയ്മെന്റ്. നീതു ടീച്ചർ നമ്മളോട് കൂടെ ഉണ്ട്. ടീച്ചർ എങ്ങനെയുണ്ടായിരുന്നു VBS? വളരെ മനോഹരമാണ്. ഈ അവധിക്കാലത്തും കുഞ്ഞുങ്ങളോടൊപ്പം ഒരുമിച്ചായിരിക്കാനും അവരെ നല്ല വചനങ്ങളൊക്കെ പഠിപ്പിക്കാനും ഒക്കെ ഇത് മുഖാന്തരം ഒരു വലിയ സാഹചര്യം ലഭിച്ചു. ഹാപ്പിയാണോ? അടിപൊളിയായിരുന്നോ? സിനി ടീച്ചർ നമ്മളോട് കൂടെ ഉണ്ട്. അഭിപ്രായങ്ങൾ ചോദിക്കാം. ടീച്ചർ എങ്ങനെയുണ്ടായിരുന്നു ഈ വർഷത്തെ VBS? നല്ല VBS ആയിരുന്നു. നല്ല VBS ആയിരുന്നു. നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം നല്ലതായിരുന്നു. ടീച്ചേഴ്സൊക്കെ നല്ല നല്ല അടിപൊളിയായിട്ടെല്ലാം ചെയ്യിച്ചു. കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു. നല്ലതായിരുന്നു. നല്ല അഭിപ്രായം. യമുന ടീച്ചർ നമ്മുടെ കൂടെ ഉണ്ട്. ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു ടീച്ചർ ഈ വർഷത്തെ നമ്മുടെ VBS? ഈ VBS ഭയങ്കര അനുഗ്രഹമായിരുന്നു. കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല സന്തോഷമായിരുന്നു. പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് നല്ല ഉത്സാഹമായിരുന്നു. ഞങ്ങൾ ആക്ഷൻ സോങ് ഒക്കെ കളിച്ചു. ഞങ്ങൾ വളരെ ദൂരെ നിന്നാണ് വന്നേ, എന്നാലും നല്ല അനുഗ്രഹമായിരുന്നു. മോളെ എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു. ഇഷ്ടപ്പെട്ടോ? ആക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഏത് പാട്ടാ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടെ? വല്ലാത്ത കാലമായി. വല്ലാത്ത കാലമാ. ഓക്കെ, ഗുഡ്. വോളണ്ടിയർ ചേച്ചിമാർ നമ്മളോട് കൂടെ ഉണ്ട്. നമുക്ക് അഭിപ്രായങ്ങൾ ചോദിക്കാം. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു ഈ വർഷത്തെ? അനുഗ്രഹമായിരുന്നു. അടിപൊളിയായിരുന്നു. സന്തോഷമായിരുന്നു. അതുപോലെ പിള്ളേർ വന്ന് നല്ല അനുഗ്രഹമായിട്ട് നല്ല ടീം. എക്സൽ മീഡിയ സൂപ്പർ. നമ്മുടെ ഇവിടുത്തെ ആക്ഷൻ ടീമാണ് ഇവർ അഭിപ്രായങ്ങൾ നമുക്ക് ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു ഈ വർഷത്തെ VBS? അടിപൊളിയായിരുന്നു. എന്താ ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാ? ഏത് ആക്ഷനാ? ഒറിജിനൽ പോലുമാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നു. രാജ ടീച്ചർ നമ്മളോടൊപ്പം ഉണ്ട്. ടീച്ചർ എങ്ങനെയുണ്ടായിരുന്നു ഈ വർഷത്തെ VBS? നല്ല അടിപൊളി VBS ആയിരുന്നു. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ട പാട്ടുകളും ഗെയിംസും പിന്നെ ആക്ഷൻ സോങ്ങുകളും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ 3 ദിവസം മാത്രമേ ഉള്ളതിനുള്ള സങ്കടമുണ്ട്. ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ സഭയായിട്ട് തീരുമാനിച്ച് അവർ 6 ദിവസമൊക്കെ ആക്കുമായിരിക്കാം. നല്ല VBS ആയിരുന്നു. എല്ലാം പവർഫുൾ ആയിരുന്നോ? അടിപൊളിയായിരുന്നു. കുട്ടികളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി കുട്ടികളായിരുന്നു. നല്ല എല്ലാവർക്കും ദൈവവചനമൊക്കെ പഠിക്കാൻ ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളായിരുന്നു. ഓക്കെ, താങ്ക് യു ടീച്ചർ. നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് ജിനു ടീച്ചറാണ്. എങ്ങനെയുണ്ടായിരുന്നു ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു ടീച്ചറെ നമ്മുടെ ഈ വർഷത്തെ എക്സൽ VBS? എക്സൽ VBS നല്ലതായിരുന്നു. 3 ദിവസം ഞങ്ങൾക്ക് അടിപൊളിയായിരുന്നു. എൻജോയ് ചെയ്തു. കുട്ടികളോടൊപ്പം എൻജോയ് ചെയ്തോ? ജിൻസി ടീച്ചർ നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു ടീച്ചറെ ഈ വർഷത്തെ എക്സൽ VBS? അടിപൊളിയായിരുന്നോ? അടിപൊളിയായിരുന്നു. നമുക്ക് 6 ദിവസത്തെ പോലെയായിരുന്നു. നമുക്കൊരു 3 ദിവസം നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. നല്ല കുട്ടികളും നല്ലതായിട്ട് പഠിക്കുക. നല്ലൊരു അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ വളരെ ഇഷ്ടപ്പെട്ടോ? മൊത്തത്തിൽ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഷൈനി ടീച്ചറിനോട് ചോദിക്കാം, ടീച്ചറെ ഈ വർഷത്തെ നമ്മുടെ എക്സൽ VBS എങ്ങനെയുണ്ടായിരുന്നു? എന്താണ് ടീച്ചറുടെ അഭിപ്രായം? അടിപൊളിയായിരുന്നു. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു പ്രോഗ്രാമിൽ ടീച്ചറായിട്ട് ചെയ്യുന്നത്. ക്ലാസ്സുകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നല്ല കുട്ടികളായിരുന്നു. അടുത്ത വർഷം ദൈവം അനുവദിച്ചാൽ വരണമെന്ന് ആഗ്രഹമാണ്. നമ്മുടെ ഇവിടുത്തെ VBSലെ
പവർഫുൾ ആയിട്ടുള്ള കൂട്ടുകാരാണ് നിൽക്കുന്നത്. അവരോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർഷത്തെ VBS എന്ന്. മക്കളെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർഷത്തെ VBS? എക്സൽ VBS അടിച്ചു പൊളിച്ചോ? സൂപ്പർ ആയിരുന്നു. ഓക്കെ, ഗുഡ്. ഇവിടുത്തെ VBSന്റെ പവർഫുൾ ആയിട്ടുള്ള ഒരു വോളണ്ടിയർ ആണ് രാജേഷ് അങ്കിൾ. അങ്കിളിനോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അങ്കിൾ എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർഷത്തെ 2024 എക്സൽ VBS? നല്ല അനുഗ്രഹമായിരുന്നു. നല്ല കുട്ടികളെല്ലാം നല്ലപോലെ എൻജോയ് ചെയ്തു. ഒപ്പം മുതിർന്നവരും മാതാപിതാക്കളും രക്ഷിതാക്കളും ഒക്കെ അതിനോട് കൂടെ എൻജോയ് ചെയ്യാൻ കഴിഞ്ഞു. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. ഗേൾസിന്റെ ലീഡർ ഐശ്വര്യ നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു ഐശ്വര്യ ഈ വർഷത്തെ എക്സൽ VBS? ഞാൻ ആദ്യമായിട്ടാണ് എക്സൽ ഈ വർഷം കയറുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഈ ടീമിലൂടെ ആയാലും വാക്യങ്ങളിലൂടെ ആയാലും ഒക്കെ ഒരുപാട് എൻജോയ് ചെയ്തു. ആർട്സ് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഡയറക്ടർമാരായാലും എല്ലാത്തിനും ഫുൾ സപ്പോർട്ടായി. ശരിക്കും എൻജോയ് ചെയ്തു. ഇനി ഇതുപോലെ നല്ല പാട്ടുകളായിട്ട് ഞങ്ങൾ ഇനി വരണമെന്ന് പറയുന്നതുകൊണ്ട് നിർത്തും. ബോയ്സിന്റെ ലീഡർ നമ്മോടൊപ്പം ഉണ്ട്. സോനു എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർഷത്തെ നമ്മുടെ എക്സൽ VBS? നല്ല VBS ആയിരുന്നു, കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ബാക്കിയൊന്നുമില്ല, നല്ല പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. ബണ്ണി ഇഷ്ടപ്പെട്ടു. നമ്മുടെ VBSലെ മിടുക്കന്മാരും മിടുക്കികളും ഉണ്ട് ഇവിടെ. അവരോടും കൂടെ ചോദിക്കാം എന്താണ് നിങ്ങൾ ഈ വർഷത്തെ VBS എങ്ങനെ ഉണ്ടായിരുന്നു? 10 ദിവസം ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. 3 ദിവസമായിട്ട് വിഷമമുണ്ട്. നാളെ തീരുന്നതിന് വിഷമമുണ്ടോ? സൂപ്പറായിരുന്നു, കൊള്ളായിരുന്നു. എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒറിജിനൽ പോലെ ഡാൻസ് ആക്ഷൻ ആണ്. പിന്നെ മറ്റേ ഗെയിംസ് എന്താണ് ഇഷ്ടപ്പെട്ടത്? ഗെയിംസ് ആ വെള്ളം ഒഴിക്കുന്നില്ല ഗെയിംസ്, അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻജോയ് ചെയ്തോ? ഓക്കെ. അടുത്ത വർഷം VBS വെച്ചാൽ വരുമോ? വരും. ഓക്കെ. ഞങ്ങളിപ്പോൾ ട്രിനിറ്റി ചർച്ച് ഓഫ് ഗോഡ് മല്ലപ്പള്ളി ചർച്ചിലാണ് നിൽക്കുന്നത്. ഏകദേശം 150-അടുത്ത് കുഞ്ഞുങ്ങളോളം VBS കടന്നു വന്നിരുന്നു. 3 ദിവസത്തെ VBS ആയിരുന്നു ഇന്നലെ മുതൽ ആരംഭിച്ചു. നാളെ കൊണ്ട് ഞങ്ങളുടെ VBS അവസാനിക്കുകയാണ്. അടിപൊളി VBS ആണ്. എല്ലാ കുഞ്ഞുങ്ങളും വളരെ ഹാപ്പിയാണ്. പുതിയ പാട്ടുകളും അതുപോലെ കഥകളും മനപ്പാഠവാക്യങ്ങളും എല്ലാം അവർക്ക് വളരെയേറെ അവർ ഇഷ്ടപ്പെട്ടു. എല്ലാ കുഞ്ഞുങ്ങളും നല്ല രീതിക്ക് തന്നെ VBS ഇഷ്ടപ്പെടുന്നു. ഞങ്ങളും വളരെ ഹാപ്പിയാണ്. എല്ലാ കൂട്ടുകാരോടൊപ്പം ഞങ്ങളും ഈ 3 ദിവസം അടിച്ചു പൊളിച്ചു. നിരവധി കുഞ്ഞുങ്ങൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അതുപോലെ സ്നാനപ്പെടുവാൻ വേണ്ടി കുറച്ച് കൂട്ടുകാർ തീരുമാനമെടുത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട് VBS ആയിരുന്നു. ഗോഡ് ബ്ലെസ് യു.